Namaste. Colonel H. Padmanabhan is a retired army officer who needs no introduction in Kerala, NCC and the Indian Army. Commissioned into the Signals Corps in June 1987 from the Indian Military Academy, Dehradun, he has served in Jammu and Kashmir, the entire Northeast, Punjab and Rajasthan. He was the commanding officer in 2 NCC battalions, including one in Arunachal Pradesh. He started the NCC in Anini, Arunachal Pradesh, which came to be known as the remotest area to have NCC in India. The officer was awarded the Army Chief's Medal thrice and the Army Commander's Medal twice. He has completed his master's degree in electronics and has an MBA from the Osmania University, Hyderabad. He is currently settled in Kochi and is actively involved in various social service activities. Thank you. തൃശ്ശൂർ പോട്ടൂർ കുലപതി മുൻഷി ഭവൻസ് വിദ്യാമന്ദിറിലെ ചെയർമാൻ ശ്രീ ടി എസ് പട്ടാഭിരാമൻ അവർകൾ, പ്രിൻസിപ്പൽ അനില ജയചന്ദ്രൻ മാഡം, മാനേജ്മെൻറ്റ് അംഗങ്ങൾ, അധ്യാപകർ, അനധ്യാപകർ, PTA ഭാരവാഹികൾ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, എല്ലാവർക്കും 22ാമത്തെ കാർഗിൽ വിജയ ദിവസത്തിൻ്റെ ഈ പുണ്യ അവസരത്തിൽ എല്ലാ ആശംസകളും നേരുന്നു. ഈ ദിവസത്തിൽ നിങ്ങളോട് അല്പനേരം സംസാരിക്കുവാനൊരു അവസരം കിട്ടിയത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ആ ഒരു അവസരം ഒരുക്കി തന്ന എല്ലാ മാഡത്തിനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. We all are here to remember and pray for the 500 plus martyrs who sacrificed their lives for us to protect our Mother India during Kargil War. We are also here to pray for their bereaved families. We also remember the more than 1,000 soldiers who got severely injured in the war. I had the honor to participate or to be part of this great war, Kargil war. Of course, not in Kargil, but I was deployed in the Punjab border called Fazilka, which was 3 kilometers away from Pakistan. ഇന്ന് വരെ ഇന്ത്യ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു രാജ്യത്തെ നമ്മൾ അങ്ങോട്ട് പോയി ആക്രമിച്ചിട്ടില്ല. വേറൊരു രാജ്യത്തിൻ്റെ ഒരു ഇഞ്ച് ഭൂമി പോലും നമ്മൾ പിടിച്ചെടുത്തിട്ടില്ല. അത് നമ്മുടെ ചരിത്രത്തിൽ, നമ്മുടെ സംസ്കാരത്തിലില്ല. അത് കാർഗിൽ യുദ്ധം നടന്നത് 1999 മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ്. 1971 യുദ്ധത്തിൽ പാകിസ്ഥാൻ്റെ മീതെ നമുക്ക് ഉജ്ജ്വലമായ വിജയം ഡിസംബറിൽ നമുക്ക് ലഭിച്ചിരുന്നു. അത് കഴിഞ്ഞ് 1984 ചെറിയൊരു ഓപ്പറേഷനിലൂടെ സിയാച്ചൻ എന്നറിയപ്പെടുന്ന പ്രദേശം, അത് പാകിസ്ഥാൻ ഒക്യുപ്പൈ ചെയ്തിരിക്കുകയായിരുന്നു. ആക്ച്വലി അത് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ചൈനയുടെയും കൂടി ചേരുന്ന ഒരു സ്ഥലമാണ്. അത് നമ്മൾ പാകിസ്ഥാൻകാരെ അവിടെ നിന്ന് പുറത്താക്കി നമ്മളത് പിടിച്ചെടുത്തു. 90കളിൽ ആണ് കാശ്മീരിൽ തീവ്രവാദമൊക്കെ തുടങ്ങിയത്. അതിലും അവർക്ക് പാകിസ്ഥാനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇവരുടെ ഫ്രസ്ട്രേഷൻ, പാകിസ്ഥാൻ്റെ ഫ്രസ്ട്രേഷൻ ഇങ്ങനെ കൂടിക്കൂടി വരുമായിരുന്നു. ഇതിനൊരു പ്രതികാരം എങ്ങനെയെങ്കിലും എടുത്തേ പറ്റൂ എന്ന് പാകിസ്ഥാൻ സൈന്യത്തിന് എപ്പോഴും തോന്നാറുണ്ട്. പാകിസ്ഥാൻ്റെ സൈന്യം ഇന്ത്യൻ സൈന്യം പോലെയല്ല. പാകിസ്ഥാൻ്റെ സൈന്യമാണ് പാകിസ്ഥാനിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പിന്നെ ഇതുകൂടാതെ 98 നമ്മളും ഇന്ത്യയും പാകിസ്ഥാനും ന്യൂക്ലിയർ ബോംബ് പരീക്ഷണം നടത്തി. 99 ഫെബ്രുവരിയിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി
പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫുമായിട്ട് ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തി, ഒരു ബസ് യാത്രയൊക്കെ ലാഹോറിലേക്ക് പോയി. അപ്പോൾ എല്ലാം നല്ലതായി നടക്കുന്നു എന്ന് വിശ്വസിക്കുന്ന സമയത്താണ് പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയായിരുന്ന ജനറൽ പർവേസ് മുഷറഫ്, അവരുടെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് പോലും അറിയാതെ ഈ കാർഗിൽ ഭാഗത്തെ കടന്നുകയറ്റം അല്ലെങ്കിൽ ഒരു സാഹസത്തിന് മുതിർന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഒരു തരത്തിൽ വിശ്വാസവഞ്ചനയാണ്. കാരണം വിൻ്റർ സമയത്തൊന്നും ആ ഭാഗത്ത് -50 ടെമ്പറേച്ചറും അതുപോലെ ഹൈറ്റുകളിലും ഉള്ള സ്ഥലങ്ങളിലൊന്നും ജവാന്മാർക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ രണ്ടുപേരും തമ്മിലുള്ളൊരു എഗ്രിമെൻ്റ് എന്നാ വെച്ചാൽ വിൻ്റർ തുടങ്ങുമ്പോൾ അവരുടെ പോസ്റ്റിൽ നിന്ന് പിന്മാറിപ്പോവും, നമ്മൾ നമ്മുടെ പോസ്റ്റിൽ നിന്ന് പിന്മാറിപ്പോവും. കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് അങ്ങനെ നടക്കുമായിരുന്നു ഈ യുദ്ധത്തിന് മുമ്പായിട്ട്. അക്കൊല്ലം എന്ത് ചെയ്തു വെച്ചാൽ പതിവ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നമ്മൾ പിൻവാങ്ങി, ഇവർ പോയില്ല. ഇവർ പോവും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിലായിരുന്നു നമ്മൾ. ഇവരവിടെ ആ വിൻ്ററിൽ അവരത് ഒക്യുപ്പൈ ചെയ്തൊന്നു മാത്രമല്ല, അവരത് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് നമ്മളത് കഴിഞ്ഞ് മെയ് മാസം ജൂൺ മാസം ആകുമ്പോഴേക്കും തിരിച്ചു പോകാൻ നിന്നപ്പോഴാണ് അവരവിടെ നിന്ന് അറ്റാക്ക് തുടങ്ങിയത്. അപ്പോൾ അതൊരു തരത്തിൽ വിശ്വാസവഞ്ചന തന്നെ. പറയുവാണെങ്കിൽ 150 സ്ക്വയർ കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പക്ഷേ 2 ലക്ഷത്തോളം നമ്മുടെ പട്ടാളക്കാർ അവിടെ ഈ യുദ്ധത്തിൽ പങ്കെടുത്തു. ഓപ്പറേഷൻ വിജയ് എന്നാണ് ഇതിന് പേരിട്ടിരുന്നത്. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ, കാർഗിൽ എന്ന് പറയുന്നത് ലഡാക്കിനും കാശ്മീരിലും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. ആ ഹൈവേ അങ്ങോട്ട് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ലഡാക്ക് സെപ്പറേറ്റ് ആയി പോകും, കാശ്മീരിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ കട്ട് ഓഫ് ആയി പോകും. അങ്ങനെ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് ലോകത്തിൻ്റെ മുമ്പിൽ ഈ ഒരു യുദ്ധത്തിൽ അവർ വിജയം പ്രാപിച്ചാൽ അവർക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ കാശ്മീർ ഇഷ്യൂ വീണ്ടും പ്രശ്നം ഉയർത്താനും അതുപോലെ അന്തർദേശീയ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാനൊക്കെ സാധിക്കും എന്നൊക്കെയായിരുന്നു അവരുടെ കണക്കൂട്ടൽ. പക്ഷേ അതെല്ലാം തെറ്റിപ്പോയി. പിന്നെ ഇവർക്ക് വേണ്ടി കാശ്മീരിൽ പൊരുതുന്ന ഈ തീവ്രവാദികളുണ്ട്, അവരൊക്കെ ഇങ്ങനെ മൊറാൽ ഡൗൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അവർക്കൊക്കെ ഒരു മൊറാൽ ബൂസ്റ്റ് കൊടുക്കേണ്ട അത്യാവശ്യമായിരുന്നു. അപ്പോൾ യുദ്ധം എന്തായാലും ജയിക്കും എന്നാണ് പർവേസ് മുഷറഫ് കൂട്ടിയത്. പക്ഷെ നമ്മുടെ അടുത്ത് എന്ത് ഇല്ലെങ്കിലും, തോക്കില്ലെങ്കിലും കോപ്പില്ലെങ്കിലും ഒരു കാര്യം നമ്മുടെ അടുത്തുണ്ട്, അത് നമ്മുടെ ജവാന്മാരുടെ ധൈര്യവും കോൺഫിഡൻസുമാണ്. അത് തോൽപ്പിക്കാൻ പാകിസ്ഥാനല്ല, എല്ലാവരും കൂടി വന്നാലും ഒരിക്കലും സാധിക്കില്ല. എനിവേ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഉദ്ദേശം. അത് നടന്നില്ല. ഒന്ന് ആലോചിക്കണം, രണ്ടുപേരുടെ അടുത്തും ന്യൂക്ലിയർ ബോംബ് റെഡിയായിട്ടിരിക്കുക. അപ്പോൾ ഇൻ്റർനാഷണൽ എല്ലാ രാജ്യങ്ങളും ശ്രദ്ധയോടുകൂടി നോക്കിയിരിക്കുമായിരുന്നു. അവസാനം ജൂലൈ 26-നാണ് ഒഫീഷ്യലി ഈ കാർഗിൽ യുദ്ധം നിർത്തിയതായിട്ട് പ്രഖ്യാപിക്കുകയും അടുത്ത കൊല്ലം തൊട്ട് 1ാമത്തെ കാർഗിൽ വിജയ ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കാനും തുടങ്ങി. ഈ യുദ്ധത്തിൽ 4 പട്ടാളക്കാർക്ക് എന്ന് പറഞ്ഞാൽ 2 ഓഫീസർമാർ, 2 സോൾജേഴ്സിന് പരംവീർ ചക്ര, രാജ്യത്തിലെ ഏറ്റവും പരമോന്നത ബഹുമതി, ഭാരതരത്ന കഴിഞ്ഞാൽ കിട്ടുന്നതാണ്, പരംവീർ ചക്ര കിട്ടി. അതിൽ 2 പേര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് മാത്രമല്ല അവർ സർവീസിലുണ്ട്. എൻ്റെ വളരെ നല്ല സുഹൃത്തുക്കളാണ് യോഗേന്ദർ സിംഗ് യാദവ് ആൻഡ് സഞ്ജയ് കുമാർ. 11 പേർക്ക് മഹാവീർ ചക്ര അടുത്ത ഇത് കിട്ടി. നമ്മുടെ തൃപ്പൂണിത്തറക്കാരൻ ഒരാൾ, അദ്ദേഹത്തിൻ്റെ വൈഫ് തൃശ്ശൂരിലുണ്ട്, പൊങ്കുന്നത്ത്, ജലജ വിശ്വനാഥൻ. വിശ്വനാഥൻ സാറ് യുദ്ധത്തിൻ്റെ തുടക്കത്തിലെ മരണപ്പെട്ടു പോയിരുന്നു, വീരമൃത്യു വരിച്ചിരുന്നു. അദ്ദേഹത്തിന് വീരചക്രം കിട്ടുകയും ചെയ്തു. ഞാൻ നിർത്തുവാണ്. ഒറ്റ കാര്യം മാത്രം നിങ്ങളുടെ ചിന്തയിലേക്ക് വിടുവാണ്. നമ്മുടെ ദേശീയ പതാക പാറിപ്പറക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ കാറ്റടിച്ചിട്ടല്ല പാറിപ്പറക്കുന്നത്. അത് പറക്കുന്നതിൻ്റെ കാരണം നമ്മുടെ രാജ്യം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീരമൃത്യു വരിച്ച ജവാന്മാരുടെ അവസാന ശ്വാസത്തിൻ്റെ ബലത്തിലാണ് നമ്മുടെ ദേശീയ പതാക പാറിപ്പറക്കുന്നത്. എന്തിനാണ് ഈ യുദ്ധം? എന്താണ് ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ? ആരാണെന്നതിൽ വിജയി? എല്ലാം തോൽക്കുന്നവരേ ഉള്ളൂ, വിധവകളെ മാത്രമേ സൃഷ്ടിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ജവാന്മാർ തമ്മിൽ, പാകിസ്ഥാൻ്റെ ജവാനും ഇന്ത്യയുടെ ജവാനും തമ്മിൽ എന്ത് ശത്രുത? അയാളുടെ രാജ്യത്തിന് വേണ്ടി പൊരുതുന്നു, നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊരുതുന്നു. ഓക്കെ. ഇന്ന് രാവിലെ 10 മണിക്ക് തൃശ്ശൂർ അയ്യന്തോളിലുള്ള അമർ ജവാൻ സ്മാരകത്തിൽ ഒരു പരിപാടി, കളക്ടറും മേയറൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടി നടത്തുന്നുണ്ട്. അനില ടീച്ചറോട് എനിക്കുള്ള റിക്വസ്റ്റ്, എപ്പോഴെങ്കിലും നിങ്ങളുടെ സീനിയർ ക്ലാസ്സിലുള്ള കുട്ടികളെയെങ്കിലും നിങ്ങളുടെ ബസ്സിൽ കൊണ്ടുപോയി ആ അമർ ജവാനിൽ, എന്നോട് പറഞ്ഞാൽ ഞാനത് ഏർപ്പാട് ചെയ്തു തരാം, അവരെ കൊണ്ടുപോകണം, അവർക്കത് കാണിച്ചു കൊടുക്കണം. ഈ ഒരു അവസരം തന്ന ടീച്ചർക്കും
സ്റ്റാഫിനും എല്ലാവർക്കും മാനേജ്മെൻറ്റിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ കാർഗിൽ ദിവസത്തിൻ്റെ ഈ പുണ്യ ദിവസത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. Namaste. There is no greater sacrifice than that of a soldier to his or her motherland. This Kargil Day, the Department of Humanities gives an ode to those brave souls who sacrifice themselves for the protection of their nation. Let me call upon Janvi, Jyotika and Anandakrishnan for a speech on Kargil Vijay Divas in English, Hindi and Sanskrit languages respectively. Namaste everyone. My name is Janvi. I'm studying in class 12 and I'm here to give a small speech on Kargil Vijay Divas. Today we celebrate the sacrifice and the martyrdom of our armed forces that brought laurels to the nation during the Kargil war against Pakistan in 1999. It gave us heroes like Major General Ian Cardoso and Captain Vikram Batra. The war was fought in an uncompromising climate of Upper Himalayas for more than 60 days and it ended on 26 July 1999. 527 soldiers from the Indian Armed Forces lost their lives. In the war, India regained control over the high post and was also able to eject the Pakistani army out of the territory. This day is celebrated in the Kargil sector and also in New Delhi, where the Prime Minister of India pays homage to the soldiers at Amar Jawan Jyoti at India Gate every year. The functions are also held all over the country to commemorate the contributions to these soldiers. Through this celebration, we also pay respect to the brave soldiers who continue to defend the nation's walls without sleep and rest. It is a gesture of appreciation to them. And also to tell them that even if they're out of our sight, they still remain in our hearts, minds and prayers. Thank you and Jai Hind. एक व्यक्ति के पास एक सुखी जिंदगी तथा एक सुखी देश के बीच चुनने का अधिकार रहता है, परंतु ऐसे कुछ ही वीर होते हैं जो एक सुखी देश को चुन पाते हैं और देश के लिए अपना समग्र जीवन समर्पित कर देते हैं। सभी को मेरा नमस्कार। मैं ज्योतिका आज आपके समक्ष भारत के इतिहास में सबसे मशहूर कारगिल युद्ध के विषय में बात करना चाहूँगी। कारगिल युद्ध भारत और पाकिस्तान के बीच 3 मई से 26 जुलाई 1999 में लड़ा गया था। पाकिस्तान की सेना ने मुजाहिदीन के भेष में एलओसी को पार कर भारत की चौकियों पर कब्जा कर लिया था। 26 जुलाई को भारत ने कारगिल युद्ध में विजय हासिल की थी। इस दिन से हर वर्ष कारगिल विजय दिवस के रूप में मनाया जाता है। करीब 18,000 फीट की ऊंचाई पर कारगिल में लड़ी गई इस जंग में देश ने लगभग 527 से ज़्यादा वीरों को खोया था, वहीं 1300 से ज़्यादा घायल हुए थे। इन सबका बलिदान आज भी देश प्रेम का एक उत्तम उदाहरण बन के छाया हुआ है। आज हमारा ये फ़र्ज़ बनता है कि हम इन शहीदों का आदर करें, क्योंकि इन्होंने हमारी सुरक्षा के लिए अपनी सुरक्षा का त्याग किया। जय हिंद, जय भारत। राष्ट्रसंरक्षकाः राष्ट्रसेवकाः च भवन्ति सैनिकाः। ते सर्वदा स्वराष्ट्रप्रगतये प्रवर्तन्ते। स्वजीवनमपि राष्ट्राय समर्पयित्वा तस्य उन्नत्यै निरन्तरं प्रयत्नं कुर्वन्ति। मातृभूमेः संरक्षणार्थं ते सदा प्रयतमानः सन्ति। अस्माकं राष्ट्रसंरक्षणं तेषां हस्ते सुरक्षितं भवति। एवं राष्ट्राय प्रयतमानेभ्यः सर्वेभ्यः सैनिकेभ्यः मम शतकोटि प्रणामाः। धन्यवादः। Now I call upon Nabhanya VM from class 11E and Vaishnavi Rajesh from class 12E for a beautiful segment of music and dance. तेरी सांस
संवरती है रांझे, तेरे इश्क की मैं हकदार नहीं, तेरी हीर तो धरती है रांझे। तेरी मिट्टी में मिल जावा गुल बनके, मैं खिल जावा, इतनी सी है दिल की आरज़ू। तेरी नदियों में बह जावा, तेरे खेतों में लहरावा, इतनी सी है दिल की आरज़ू। वतन वतन मेरे आबाद रहे तो, वतन वतन मेरे आबाद रहे तो, वतन वतन मेरे आबाद रहे तो, मैं जहाँ रहूँ जहाँ मैं याद रहे तो, मैं जहाँ रहूँ जहाँ मैं याद रहे तो, वतन मेरे वतन, वतन मेरे वतन। तू ही मेरी मंजिल है, पहचान तुझी से, तू ही मेरी मंजिल है, पहचान तुझी से, पहुँचूं मैं जहाँ भी मेरी बुनियाद रहे तो, पहुँचूं मैं जहाँ भी मेरी बुनियाद रहे तो, वतन वतन मेरे आबाद रहे तो, मैं जहाँ रहूँ जहाँ मैं याद रहे तो, वतन मेरे वतन, वतन मेरे वतन। Wow, that was beautiful indeed. Now I invite Navya and Ara for a skit performance. മോള് എങ്ങോട്ട് പോവുകയാണ്? ഞാൻ കടയിൽ പാല് വാങ്ങാൻ പോയതാണ്. ഇത്തിരി നാളായല്ലോ കണ്ടിട്ട്. എക്സാം ഒക്കെ കഴിഞ്ഞോ? ഇല്ല, അടുത്ത മാസമാണ്. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? പഠിത്തം ഒരുവിധം നന്നായി പോകുന്നു. അങ്കിൾ എപ്പോഴാണ് നാട്ടിലെത്തിയത്? ഞാനിവിടെ എത്തിയിട്ട് ഒരു മാസമൊക്കെയായി. എനിക്ക് പട്ടാളത്തിലെ കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. കഥകളൊക്കെ പറഞ്ഞു തരുമോ? അതിനെന്താ പറഞ്ഞു തരാലോ. നാളെ സ്കൂളില്ലെങ്കിൽ രാവിലെ വീട്ടിലേക്ക് വന്നോളൂ. അങ്കിൾ, ഞാൻ വന്നു. ആ, മോള് എത്തിയോ? ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ശരി. എന്താ മോൾക്ക് അറിയണ്ടേ? അങ്കിൾ, 1999 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ട്. അതിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും സംഭവം ഓർമ്മയിലുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. അത് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ശരി, പറയാം. ശത്രുരാജ്യത്തിൻ്റെ ഷെല്ലാക്രമണത്തിൽ മാരകമായി പരിക്കുപറ്റിയ എൻ്റെ ആത്മസുഹൃത്ത് റാം യുദ്ധസ്ഥലത്ത് വീണ് കിടക്കുന്നു. ശത്രുരാജ്യത്തിൻ്റെ ആക്രമണം കാരണം എനിക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തെത്താൻ പോലും കഴിഞ്ഞില്ല. നിന്റെ കൂട്ടുകാരനെ രക്ഷിച്ചോ? കൂട്ടുകാരൻ്റെ ദയനീയാവസ്ഥ നോക്കി നിൽക്കാൻ പറ്റിയില്ല. എപ്പോൾ വേണമെങ്കിലും ഞാൻ മരിച്ചു പോകാം. റാമിനെ രക്ഷിക്കുന്നതിനിടയിൽ 10-15 പാക് സൈനികരെ ഞാൻ കൊന്നു. പിന്നീട് ഞാൻ റാമിനെ സൈനിക ആശുപത്രിയിൽ എത്തിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കൃത്യസമയത്ത് എത്തിച്ചതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റി. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് വലിയ കാര്യം തന്നെയാണ്. അങ്കിളിന് എൻ്റെ വക ഒരു ബിഗ് സല്യൂട്ട്. Now I invite Meera Suresh and Kartika B. Menon from 11E to showcase their patriotic song and dance.
ദേവപുണ്യം നെഞ്ചിലേറ്റും സിന്ധുവും ശാപമോക്ഷം മുങ്ങിയേന്തും ഗംഗയും. ഋഷിതുല്യമാണെൻ്റെ നാട്, ഹൃദയങ്ങളൊന്നായ നാട്, മനമൈത്രി വാഴുന്ന മണ്ണിൽ ഭാരതം. ഭാരതം കവി കാളിദാസന്റെ നാട്, പവനങ്ങൾ പെയ്യുന്ന നാട്, മനശാന്തിയേകുന്ന മണ്ണിൽ ഭാരതം. ഭാരതം വന്ദേ മാതരം, മാതരം വന്ദേ മാതരം. ഹിന്ദുവും മുസൽമാനും കൈകോർത്തു നീങ്ങും നാട്, സ്നേഹവും ത്യാഗവും നെഞ്ചിൽ വിതച്ച നാട്. ഹിന്ദുവും മുസൽമാനും കൈകോർത്തു നീങ്ങും നാട്, സ്നേഹവും ത്യാഗവും നെഞ്ചിൽ വിതച്ച നാട്. ഈ ചോര വീഴാത്ത കർമ്മഭൂമിയിൽ ധീരരായി നാം പാടി നീങ്ങണം, സ്വന്തം മനസ്സിലൂറുന്ന സ്നേഹ സന്ദേശമാർന്ന ഗീതം. വന്ദേ മാതരം, മാതരം വന്ദേ മാതരം. ഗാന്ധിയാം ഗുരുവിനാൽ സ്വാതന്ത്ര്യമാർന്ന നാട്, നന്മതൻ നെഞ്ചിലെ പൂവായി വിടർന്ന നാട്. ഗാന്ധിയാം ഗുരുവിനാൽ സ്വാതന്ത്ര്യമാർന്ന നാട്, നന്മതൻ നെഞ്ചിലെ പൂവായി വിടർന്ന നാട്. ഈ കാലുറയ്ക്കാത്ത പിഞ്ചു പൈതലും കർമ്മശക്തരായി ഏറ്റുപാടണം, സ്വന്തം മനസ്സിലൂറുന്ന സ്നേഹ സാഫല്യമാർന്ന ഗീതം. വന്ദേ മാതരം, മാതരം വന്ദേ മാതരം. ദേവപുണ്യം നെഞ്ചിലേറ്റും സിന്ധുവും ശാപമോക്ഷം മുങ്ങിയേന്തും ഗംഗയും. ഋഷിതുല്യമാണെൻ്റെ നാട്, പവനങ്ങളൊന്നായ നാട്, മനമൈത്രി വാഴുന്ന മണ്ണിൽ ഭാരതം. Next, we have a short biography on a woman warrior by Srihari. Nikita Kaul was the wife of Major Vibhuti Shankar Dhanukai. He was killed in a terrorist attack in Pulwama in February 2019. Nikita Kaul is a part of Kashmiri Hindu family, was dragged out of their homes. The family had to move and she found her new home in Delhi. After her husband died, she left Kashmir because of terrorism and then got hit back again. Instead of being broken, she gathered herself and became stronger. She decided to join the Indian Army like her husband did. In the year 2020, she cleared the SSC exam and the SSB interview. She waited for the announcement of the merit list and the result came. She got selected. She completed her training from OTA Chennai and cleared all remaining formalities. On 29 May 2021, whole of India was proud when she finally joined the Indian Army and became Lieutenant Nikita Kaul Dhondial. This day, she wears the same uniform that her husband wear. Every one of us should learn from her love, dedication and hard. Lastly, I invite Anavadya K.A. and Devananda C. Manoj from class 11E to portray their song and dance performances. ये मेरे वतन के लोगों, जरा आँख में भर लो पानी, जो शहीद हुए हैं उनकी जरा याद करो कुर्बानी. ये मेरे वतन के लोगों, जरा आँख में भर लो पानी, जो शहीद हुए हैं उनकी जरा याद करो कुर्बानी. तुम भूल न जाओ उनकी इस
जो शहीद हुए हैं उनकी जरा याद करो कुर्बानी। मेरी मिट्टी की संतानों, कारगिल के वीर जवानों, मेरी आन के लिए, मेरी शान के लिए तूने हंस के दे दी अपनी जान। तुझे भूलेगा ना तेरा हिंदुस्तान, तुझे भूलेगा ना तेरा हिंदुस्तान, तुझे भूलेगा ना तेरा हिंदुस्तान, तुझे भूलेगा ना तेरा हिंदुस्तान। Thank you so much to all the students for their performances. It surely filled our hearts with a sense of patriotism.